പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സോഫ്റ്റ് സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. ഇത് തീരെ കൊച്ചു കുട്ടികൾക്ക് പോലും കഴിക്കാവുന്നതാണ്. അധികം സമയമെടുക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ സ്വീറ്റ് ഗസ്റ്റിനൊക്കെ കൊടുക്കാനും ചെറിയ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നേരത്തെ ഉണ്ടാക്കി വെക്കാനും നല്ലതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ വളരെയധികം ദിവസം ഉപയോഗിക്കാം. തണുപ്പിച്ചോ തണുപ്പിക്കാതെയോ ഒക്കെ ഇത് ഉപയോഗിക്കാം. ഇതിനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 1/4 കപ്പ് ഉണക്കമുന്തിരി ഇട്ട് വറക്കുക. മുന്തിരിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. ഇവിടെ ഞാൻ നട്ട്സ് ഐറ്റം ഒന്നും എടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ആഡ് ചെയ്യാം. ഉണക്കമുന്തിരി പൊട്ടാസ്യം, അയൺ, വൈറ്റമിൻ സി എന്നിവയുടെ കലവറയാണ്. മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതേ പാനിൽ തന്നെ 2 കപ്പ് റവ ഇട്ട് വറക്കുക. പ്രത്യേകിച്ച് ഓയിൽ ഒഴിക്കേണ്ട, മുന്തിരി വറുത്തപ്പോഴുള്ള ഓയിൽ അതിനകത്തുണ്ട്. വറുത്തതോ വറക്കാത്തതോ ആയ റവ എടുക്കുക. ഇപ്പം റവ വറക്കുമ്പോൾ ചെറിയ ലൈറ്റ് ബ്രൗൺ ആകുന്നത് ടേസ്റ്റ് വർദ്ധിപ്പിക്കും. റവയും വറുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഇതേ പാനിൽ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഈ പാത്രം വെക്കുക. പക്ഷെ ഇപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. 3 കപ്പ് ചിരകിയ തേങ്ങയും 3 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റും ഇട്ട് നന്നായി ഇളക്കുക. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ക്യാരറ്റിൽ ബീറ്റാ കരോട്ടിനും വൈറ്റമിൻ എയും ഉണ്ട്. നല്ലതായിട്ട് ഇളക്കുക. തേങ്ങയിലെയും ക്യാരറ്റിൻ്റെയും വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. രണ്ടും നല്ലതായിട്ട് മിക്സ് ആകണം. ഈ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പാലോ വെള്ളമോ ഒന്നും ഒഴിക്കുന്നില്ല. ഇത് നന്നായിട്ട് ഒന്ന് മിക്സായി അതിനകത്തെ വെള്ളമൊക്കെ വറ്റി വന്ന് കഴിയുമ്പോഴാണ് പഞ്ചസാര ചേർക്കേണ്ടത്. ഒരു പരുവാകുമ്പോൾ പഞ്ചസാര ചേർക്കണം. 4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ഇടുന്നത്. പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതൊരു സ്വീറ്റ് ആയതിനാൽ പഞ്ചസാര ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. ഈ സമയത്ത് വേണം പഞ്ചസാര ഇടാനായിട്ട്. ഇതിനകത്ത് പ്രിസർവേറ്റീവ്സോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇടാതെ തന്നെ നമുക്ക് ഈ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നന്നായി ഇളക്കുക. പഞ്ചസാര എല്ലായിടത്തും പിടിക്കണം. പഞ്ചസാര ഒന്ന് ചൂടായി വരുമ്പോൾ ഈ മിക്സ് ലൂസാകും. ചെറുതായി ഒട്ടുന്ന പരുവത്തിൽ വേണം റവ ഇടാനായിട്ട്. പഞ്ചസാര ഒത്തിരി ഒട്ടരുത്, സ്വീറ്റ് കട്ടിയായി പോകും. ഇങ്ങനെ ഒരു ചെറിയ ലൂസായി വരുന്ന സമയത്ത് 2 കപ്പ് റവ ഇടുക. റവയിട്ട് നന്നായി മിക്സ് ചെയ്യുക. റവ ഇട്ട് കഴിയുമ്പോൾ ഈ മിക്സ് ടൈറ്റ് ആകാൻ തുടങ്ങും. ഇതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് നന്നായി ഇളക്കുക. ഏലക്കാപ്പൊടി കൂടുതൽ വേണ്ട, കാരണം ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും റവയുടെയും ഒക്കെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. 2 കപ്പ് ബദാം പൗഡറോ അല്ലെങ്കിൽ മിൽക്ക് പൗഡറോ ആഡ് ചെയ്യുക. കൂടെ തന്നെ ഉണക്കമുന്തിരിയും നന്നായി ഇളക്കണം. ബദാം പൗഡറോ മിൽക്ക് പൗഡറോ ഇല്ലെങ്കിൽ അതിന് പകരം റവയുടെ അളവ് കൂട്ടിയാലും മതി. എല്ലാം കൂടെ നന്നായി ഇളക്കുക. ഇവിടെ ഞാൻ 200 ml കപ്പാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പാത്രം എടുക്കുന്നോ അതേ പാത്രത്തിൽ തന്നെ എല്ലാം എടുക്കാനായിട്ട് നോക്കുക. ഞാൻ ഈ അളവിൽ ഉണ്ടാക്കിയപ്പോഴേ എനിക്ക് 36 സ്വീറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ മുന്തിരിയും ബദാമും എല്ലാം ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി ഇത് ഒരു സൈഡിലോട്ട് ഒതുക്കി വെക്കുക. അങ്ങനെ ഒതുക്കി വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ 2 ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉരുളകളാക്കി ലഡുവിൻ്റെ ഷേപ്പിൽ വേണേലും ഉണ്ടാക്കാം. ഇത് ഈ പരുവത്തിൽ തന്നെ ഉരുളകളാക്കി എടുക്കാം നമുക്ക്. കാരണം വലിയ ചൂടൊന്നുമില്ല, റവയും എല്ലാം ഇട്ടത് കൊണ്ട് അങ്ങനെ വലിയ ചൂടൊന്നും ഇല്ല. ഇനിയും ഇത് നല്ലതായിട്ട് ഒതുക്കിയിട്ട് ചെറിയ ചെറിയ ഉരുളകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പോ ഒക്കെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും.
ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മുന്തിരി വെച്ച് അലങ്കരിക്കാം. അങ്ങനെ ഇവിടെ നല്ല സോഫ്റ്റായും സോഫ്റ്റായിട്ടുള്ളൊരു സ്വീറ്റ് തയ്യാറായി കഴിഞ്ഞു. ഇത് നിങ്ങളും തയ്യാറാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു നല്ല ടേസ്റ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.